നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 17-കാരി അമ്മയായ സംഭവത്തിൽ സുഹൃത്ത് അറസ്റ്റിൽ. പത്തനംതിട്ടയിൽ അറസ്റ്റിലായത് 21-കാരൻ. ഇരുവരും ഒന്നിച്ചു താമസിക്കുകയായിരുന്നുവെന്ന് പോലീസ്. പോക്സോ പ്രകാരം കേസ്. പാലോട് നവവധുവിന്റെ മരണം കൊലപാതകമെന്ന് കുടുംബം. 3 മാസം മുമ്പ് വിവാഹിതയായ ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക്. ഭർത്താവ് അഭിജിത്തിനെ ചോദ്യം ചെയ്ത് പോലീസ്. യാത്രാമധ്യേ ലോറി ഡ്രൈവർക്ക് ഹൃദയാഘാതം, പിന്നാലെ മരണം. നിയന്ത്രണം വിട്ട ലോറി അപകടത്തിൽപ്പെട്ടു. 3 പേർക്ക് പരിക്ക്. അപകടം വളാഞ്ചേരി വട്ടപ്പാറയിൽ. മൂന്നാറിൽ കാട്ടാനകളെ തുരത്താൻ പ്രത്യേക ദൌത്യവുമായി വനം വകുപ്പ്. ആനമുടി ഉദ്യാനത്തിലേക്ക് കടത്തിവിടാൻ ശ്രമം. ദൌത്യത്തിൽ RRT സംഘം. റോഡിന്റെ ദുരവസ്ഥയിൽ കടലാസു തോണി ഇറക്കി പ്രതിഷേധം. കോഴിക്കോട് കാരശ്ശേരിയിൽ പ്രതിഷേധിച്ച CPM പ്രവർത്തകർ. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യം. വാർത്തകളിലേക്ക് വിശദമായി. പത്തനംതിട്ടയിൽ 17 വയസ്സുകാരി അമ്മയായ സംഭവത്തിൽ പെൺകുട്ടിയുടെ സുഹൃത്ത് അറസ്റ്റിൽ. 21 വയസ്സുള്ള ആദിത്യനാണ് അറസ്റ്റിലായത്. പോക്സോ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ്. 17 വയസ്സുകാരിയായ പെൺകുട്ടിയും സുഹൃത്തായ ആദിത്യനും പ്രണയത്തിലായിരുന്നു. പിന്നീട് ഇരുവരും ഒരുമിച്ച് താമസിച്ചു വരികയായിരുന്നു. തുടർന്നാണ് പെൺകുട്ടി അമ്മയായത്. 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഇവർക്കുണ്ട്. പെൺകുട്ടി ഗർഭിണിയായ വിവരം വീട്ടുകാർ രഹസ്യമായി വെക്കുകയായിരുന്നു. ചൈൽഡ് ലൈൻ അധികൃതർക്ക് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുഹൃത്തായ ആദിത്യനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തത്. മുൻപും ഒരു പീഡനക്കേസിലെ പ്രതിയാണ് അറസ്റ്റിലായ ആദിത്യൻ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ഗർഭിണിയായ വിവരം മറച്ചുവെച്ച പെൺകുട്ടിയുടെ മാതാവിനെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായ ആദിത്യൻ സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനാണ്. ന്യൂസ് 18 പത്തനംതിട്ട. മലപ്പുറം വളാഞ്ചേരിയിൽ ഡ്രൈവർക്ക് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി ഇടിച്ച് അപകടം. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഹൃദയാഘാതത്തെ തുടർന്ന് ഡ്രൈവർ പൊന്നാനി അയങ്കലം സ്വദേശി മുജീബ് റഹ്മാൻ മരിച്ചു. പരിക്കേറ്റ തൊഴിലാളികൾ ചികിത്സയിലാണ്. വളാഞ്ചേരി വട്ടപ്പാറയിലെ ക്വാറിയിൽ ശനിയാഴ്ച 2 മണിയോടെയാണ് സംഭവം. ലോറി ഇറങ്ങുന്നതിനിടെ ഡ്രൈവർക്ക് ഹൃദയാഘാതമുണ്ടാവുകയായിരുന്നു. ഇതോടെ വാഹനം നിയന്ത്രണം വിട്ട് ക്വാറിയിൽ ജോലി ചെയ്യുകയായിരുന്ന 3 തൊഴിലാളികൾക്ക് നേരെ പാഞ്ഞെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ 2 പേരെ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഒരാളുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ലോറി ഡ്രൈവർ പൊന്നാനി സ്വദേശി അയങ്കലം സ്വദേശി മുജീബ് റഹ്മാൻ മരിച്ചു. ന്യൂസ് 18 മലപ്പുറം. കോഴിക്കോട് കാരശ്ശേരിയിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം. വെള്ളക്കെട്ടിൽ കടലാസ് തോണിയിറക്കി CPM പ്രവർത്തകർ പ്രതിഷേധിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലൂടെ കടന്നുപോകുന്ന മൊയിലാത്ത് റോഡ് നന്നാക്കാത്തതിലാണ് പ്രതിഷേധം ഉയർന്നത്. കാരശ്ശേരി പഞ്ചായത്ത് അംഗം KK നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ദിവസത്തിലെ ഉദയാസ്തമന പൂജ വേണ്ടെന്ന ദേവസ്വം ഭരണസമിതി തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് ഹൈക്കോടതി. ഉദയാസ്തമന പൂജ നിത്യപൂജയുടെ ഭാഗമല്ലെന്നും വഴിപാട് മാത്രമാണെന്നും ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ തന്ത്രിയുടെ തീരുമാനമാണ് അന്തിമം. കൂടുതൽ പേർക്ക് ദർശന സൗകര്യം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഉദയാസ്തമന പൂജ വേണ്ടെന്ന ഭരണസമിതി തീരുമാനം കൈക്കൊണ്ടതെന്നും മാനേജിംഗ് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. കമ്മിറ്റി തീരുമാനം ഹർജിക്കാർ ചോദ്യം ചെയ്തിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. പാലക്കാട് ധോണി ആനത്താവളത്തിലെ കുങ്കിയാന അഗസ്ത്യന് നേരെ കാട്ടാന ആക്രമണം. സോളാർ വേലി തകർത്ത് ക്യാമ്പിനകത്ത് കയറിയ ഒറ്റയാനാണ് അഗസ്ത്യനെ കുത്തിവീഴ്ത്തിയത്. ധോണിയുടെ സമീപ പ്രദേശമായ മായാപുരത്ത് പുലി സാന്നിധ്യം കണ്ടെത്തിയതോടെയാണ് മേഖല വന്യജീവി ഭീഷണിയിലാണ്. ധോണിയിലെ ആനക്യാമ്പിൽ 2 ആനകളാണുള്ളത്. കുംകി ആനയായ അഗസ്ത്യനും കുംകി പരിശീലനം നേടിയ PT7 എന്ന ധോണിയും. വനമേഖലയോട് ചേർന്നുള്ള ക്യാമ്പ് തുടർച്ചയായി മതപ്പാടൽ ഒറ്റയാൻ ലക്ഷ്യം വയ്ക്കുകയാണ്. ഒരാഴ്ചക്കിടെ 2 തവണ ഒറ്റയാൻ ക്യാമ്പിനുള്ളിലെത്തിയെങ്കിലും പാപ്പാന്മാരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് തുരത്തി. എന്നാൽ ഇന്നലെ രാത്രി
സോളാർ വേലി തകർത്ത് ക്യാമ്പിനകത്ത് കയറിയ ഒറ്റയാൻ അഗസ്ത്യനെ കുത്തിവീഴ്ത്തി. ആക്രമണത്തിൽ അഗസ്ത്യന്റെ ചെവിക്ക് സാരമായി പരുക്കേറ്റു. ഒറ്റയാനെ ഓടിക്കാനുള്ള ശ്രമത്തിനിടെ വീണ് പാപ്പാന് പരുക്കേറ്റിട്ടുണ്ട്. ആക്രമണ സാധ്യത കണക്കിലെടുത്ത് PT-7 മറ്റൊരിടത്തേക്ക് മാറ്റിത്തളച്ചു. ഒറ്റയാൻ വനാതിർത്തിയിൽ തുടരുന്നത് പ്രദേശവാസികൾക്കും ആശങ്ക കൂട്ടുന്നുണ്ട്. അതിനിടെ ധോണിയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള മായാപുരത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. മായാപുരം സ്വദേശി ജയശ്രീയുടെ വീട്ടിലെ കോഴിക്കൂട് തകർത്ത പുലി കോഴിയെ കൊണ്ടുപോയി. CCTV ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ചുറ്റുവട്ടമുള്ളവർ കാട് വെട്ടിക്കുന്നതിൽ പഞ്ചായത്ത് വകുപ്പ് ശ്രദ്ധിക്കണം. കൂടാതെ ഇലക്ട്രിക് ഫെൻസിങ്, കൃത്യമായ മെയിൻ്റനൻസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കണം. അങ്ങനെ ഞങ്ങൾ പാവപ്പെട്ട നാട്ടുകാർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. തൃശൂർ മറ്റത്തൂർ മുപ്ലിയിൽ കാട്ടാനയാക്രമണം. മേഖലയിൽ വ്യാപക നാശമാണ് ആനകൾ വരുത്തിയത്. മുപ്ലിയിൽ കാട്ടാനകൾ തമ്പടിച്ചു തുടങ്ങിയിട്ട് ദിവസങ്ങളായി. താളൂപ്പാടം സ്വദേശി കളത്തിങ്കൽ ഡേവിസിന്റെ പാട്ടഭൂമിയിലെ 200ഓളം വാഴകൾ ആനക്കൂട്ടം നശിപ്പിച്ചു. കർഷകനായ ഡേവിസ് കൃഷിയിറക്കിയ 2000ഓളം വാഴകളിൽ 600 എണ്ണവും ആനകൾ തിന്നും ചവിട്ടിയും നശിപ്പിച്ചു. കാട്ടാനശല്യം പതിവായതോടെ പരുന്തുപ്പാറയിലെ കൃഷി ഡേവിസ് ഉപേക്ഷിച്ചു. നിസ്സഹായ അവസ്ഥയിലാണ് ഇവിടുത്തെ കർഷകർ. കാർഷിക ലോൺ എടുത്തിട്ടാണ് ഇത്തരം മേഖലകളിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാർഷിക മേഖലയിലുള്ള ലോണുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുകയും ഞങ്ങളുടെ കാർഷിക കടങ്ങൾ എഴുതി തള്ളുകയും വേണം. ഈ ആനയുടെ ശല്യം കാരണം ഞങ്ങൾ നിരന്തരം ബുദ്ധിമുട്ടുകയാണ്. ഞങ്ങളുടെ കാർഷിക ലോണുകൾ എഴുതി തള്ളുക തന്നെ വേണം ഇത്തരം അവസ്ഥയിൽ. വന്യജീവികൾ കൃഷി നശിപ്പിച്ചാൽ വനം വകുപ്പ് ഇടപെടൽ കാര്യക്ഷമമല്ലെന്നാണ് പരാതി. ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പോകുന്നതൊഴിച്ചാൽ മറ്റ് നടപടിയില്ല. ഇത് 6ഓളം തവണയാണ് ഇപ്പോൾ ആനകൾ ഇവിടെ ഇറങ്ങി ഈ വാഴകളെല്ലാം നശിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദുരന്തമായി മാറിയിരിക്കുന്ന ഒരു വാഴത്തോട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. ഇവിടെ ജനങ്ങളുടെ ദുരിതങ്ങൾ ചോദിച്ചറിയാനോ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാനോ സർക്കാരുകൾ ഒരു തരത്തിലും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ന്യൂസ് 18 തൃശൂർ. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്താനുള്ള പ്രത്യേക ദൗത്യം തുടർന്ന് വനം വകുപ്പ്. കൂടുതൽ കാട്ടാനകൾ കൂട്ടത്തോടെ ജനവാസ മേഖലയിലേക്ക് എത്തിയ സാഹചര്യത്തിലാണ് വനം വകുപ്പിന്റെ നടപടി. കാട്ടാനകളെ ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് തുരത്താനാണ് ശ്രമം. മൂന്നാറിലെ സ്ഥിരം സാന്നിധ്യമായ പടയപ്പയെ കൂടാതെ കൂടുതൽ ആനകൾ ജനവാസ മേഖലയിൽ എത്തിയതോടെയാണ് വനം വകുപ്പ് നടപടി ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പഴയ മൂന്നാറിനോട് ചേർന്നുള്ള പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. തുടർന്ന് ഡ്രോൺ സഹായത്തോടെ നിരീക്ഷണം നടത്തി. പടക്കം പൊട്ടിച്ച് ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതെ തടഞ്ഞു. ഇവയെ കൂടാതെ മറ്റൊരു കാട്ടാനക്കൂട്ടവും കല്ലാറിലെ മാലിന്യ പ്ലാന്റിന് സമീപം നിലയുറപ്പിച്ചിട്ടുണ്ട്. പെട്ടിമുടി RRT സംഘം ഉൾപ്പെടെ 20 പേർ അടങ്ങുന്നതാണ് ദൗത്യ സംഘം. മൂന്നാർ റേഞ്ചിലെ ഈ കാട്ടാനകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇന്ന് തന്നെ ഒരു കൂട്ടം ആന എന്ത് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ ഫയർവുഡ് ഏരിയയാണ് കമ്പനിയുടെ. അപ്പം ഈ മൂന്നാർ ടൗണിനോട് 1/2 കിലോമീറ്റർ മാറിയാണ് ഈ ആനകൾ നിൽക്കുന്നത്. ഇന്ന് ആനയെ എന്ത് ചെയ്യണം, സേഫായിട്ട് നമുക്ക് കുറച്ചുകൂടെ വനഭാഗത്തേക്ക് എന്ത് ചെയ്യണം, കയറ്റിവിടേണ്ട ഒരു സാഹചര്യമുണ്ട്. വാച്ചർമാരെ നമ്മൾ എല്ലാ സ്ഥലത്തും എലിഫന്റ് ഗ്യാങ്ങിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ആനകളെ സംബന്ധിച്ചുള്ള വിവരം തരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ തന്നെ രൂപീകരിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആനകളുടെ സ്ഥാനത്തെപ്പറ്റി കൃത്യമായിട്ട് ഈ കണ്ണന്തേവൻ കമ്പനിയുടെ സഹായത്തോടെ നമ്മൾ മെസ്സേജുകൾ എന്ത് ചെയ്യുന്നുണ്ട്. പെട്ടിമുടി ജനവാസ മേഖലയിൽ ഇറങ്ങി നാശം വിതച്ച 6ലധികം കാട്ടാനകളെ തുരത്താനാണ് ശ്രമം തുടരുന്നത്. ആനമുടി ദേശീയ ഉദ്യാനത്തിലേക്ക് കാട്ടാനകളെ കയറ്റിവിടാനാണ് വനം വകുപ്പിന്റെ ശ്രമം. കാട്ടാന ശല്യം രൂക്ഷമായതോടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് വനം വകുപ്പിന്റെ ഇടപെടൽ. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ കുടിയാൻമലയിൽ പുലി ഇറങ്ങിയതായി സംശയം. 3 ആടുകളെ കൊന്നു. ഹോളിക്രോസ് സ്കൂളിന് സമീപത്താണ് സംഭവം. ചോലങ്കരി സ്വദേശി വിനോയിയുടെ വീട്ടിലെ ആടുകളെയാണ് കൊന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ഡിസംബർ 21 കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ നടക്കും. സംഘാടക സമിതി യോഗം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. വിപുലമായ ആഘോഷ പരിപാടികളോടെ ജലമേള സംഘടിപ്പിക്കാനാണ് തീരുമാനം. സംഘാടക സമിതി ചെയർമാൻ NK പ്രേമചന്ദ്രൻ MP, MLA-മാരായ M. മുകേഷ്, M. നൌഷാദ്, മേയർ, ജില്ലാ കളക്ടർ തുടങ്ങി പ്രമുഖരും, സംഘാടക സമിതി അംഗങ്ങൾ, വിവിധ ഉപസമിതികളുടെ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു.
CPM വിട്ട് BJPയിൽ ചേർന്ന മധു മുല്ലശ്ശേരിയും ബിബിൻ സി ബാബുവും സംസ്ഥാന സമിതിയിൽ. ഇരുവരെയും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സംസ്ഥാന സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. CPMന്റെ മംഗലപുരം ഏരിയ സെക്രട്ടറിയായിരുന്നു മധു മുല്ലശ്ശേരി. ബിബിൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി P ജയരാജൻ. പറവൂരിലെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. ജി സുധാകരന്റെ അനുജൻ രക്തസാക്ഷി ജി ഭുവനേശ്വരൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് P ജയരാജൻ ജി സുധാകരനെ കണ്ടത്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാത 66-ൽ ആവശ്യത്തിന് അടിപ്പാതകൾ ഇല്ലെന്ന പരാതി ശക്തമാകുന്നു. പാത കടന്നുപോകുന്ന വിവിധ പ്രദേശങ്ങളിൽ ഇതിനായി സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇടപ്പള്ളി ചേരാനെല്ലൂരിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ജനകീയ സമരം ശക്തി പ്രാപിക്കുകയാണ്. ദേശീയപാത 66-ന്റെ നിർമ്മാണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എറണാകുളം ജില്ലയിലെ പ്രവർത്തനങ്ങളാണ് കൂടുതലും പൂർത്തീകരിക്കാനുള്ളത്. എന്നാൽ നിർദ്ദിഷ്ട DPRൽ നിന്ന് വിഭിന്നമായാണ് ഇവിടെ നിർമ്മാണം നടക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റ അശാസ്ത്രീയമാണ് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഞങ്ങളുടെ പൂർവികർ ഇവിടെ നന്നായിട്ട് NH70 ഉണ്ടായിരുന്നപ്പോഴത്തേക്കും നല്ല റോഡ് ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് ഇതാണ്. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരെ ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു. തങ്ങൾ വികസന വിരോധികളല്ലെന്നും ചേരാനല്ലൂർ തൈക്കാവിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരത്തിനിടയ്ക്ക് ഒരിടത്തും പാത മുറിച്ചു കിടക്കാൻ സംവിധാനമില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഈ 2 കിലോമീറ്റർ ഞങ്ങൾക്ക് ഒരു അടിപ്പാതയിലൂടെ അനുവദിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എങ്ങനെ യാത്ര ചെയ്യും? അടുത്ത കാലത്ത് ഞങ്ങൾക്ക് മാത്രമല്ല വരും തലമുറക്ക് ഉണ്ടാകുന്നൊരു ഭവിഷ്യത്താണ് ഞങ്ങളുടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ കുന്നുംപുറം പോകണം, അല്ലെങ്കിൽ 1 മീറ്റർ കണ്ടെയ്നർ റോഡ് പോകണം. ഈ 2 സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത് ജനങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രായമായ ആളുകൾക്കൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അടിപ്പാത നിർമ്മാണം ആവശ്യപ്പെട്ട് ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുകയാണിവിടെ. ന്യൂസ് 18 കൊച്ചി. സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് തമിഴ്നാട് സർക്കാർ നീലഗിരി ജില്ലാ പ്രവേശനത്തിന് ഏർപ്പെടുത്തിയ ഇ-പാസ് കാരണം വിനോദസഞ്ചാരികൾ ഊട്ടി യാത്ര ഒഴിവാക്കുന്നതായി വ്യാപാരികൾ. മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് തമിഴ്നാട് സർക്കാർ ഇ-പാസ് നിർബന്ധമാക്കിയത്. മെയ് 7 മുതലാണ് ഊട്ടിയിലേക്കുള്ള സഞ്ചാരികൾക്ക് ഇ-പാസ് നിർബന്ധമാക്കിയത്. ജൂൺ 30 വരെയും പിന്നീട് സെപ്റ്റംബർ 30 വരെയും നീട്ടി. ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡിസംബർ 30 വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. നീലഗിരി ജില്ലയുടെ പ്രവേശന കവാടങ്ങളിലെല്ലാം ഇ-പാസ് പരിശോധന ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇ-പാസ് ഇല്ലാതെ വരുന്ന യാത്രക്കാർക്ക് നീലഗിരി അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകളിൽ ജീവനക്കാർ ഓൺലൈൻ വഴി പാസ് എടുത്തു നൽകുന്നുണ്ടെങ്കിലും അവധി ദിവസങ്ങളിൽ അതിർത്തിയിൽ വാഹനത്തിരക്കേറെയാണ്. വഴിയിൽ കെട്ടിക്കിടക്കേണ്ടി വരുന്നതിനാൽ ഊട്ടിയിലേക്കുള്ള പല ടൂറിസ്റ്റുകളും മൈസൂർ, മുതുമല, ബന്ദിപ്പൂർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര മേഖലകളിലേക്ക് റൂട്ട് മാറ്റുകയാണ്. ഇത് ഊട്ടി കേന്ദ്രീകരിച്ചുള്ള വ്യാപാര മേഖലയെ കാര്യമായി ബാധിച്ചതായി ഊട്ടിയിൽ 60 വർഷത്തോളമായി ഹോട്ടൽ ബിസിനസ് ചെയ്തുവരുന്ന മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് നിത്യസത്യൻ പറയുന്നു. ഊട്ടി ഏറ്റവും പ്രധാനമായി ടൂറിസ്റ്റുകളെ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടൽ മേഖല, കോട്ടേജ് മേഖല, ലോഡ്ജിംഗ് മേഖല, ഫുഡ് ഇൻഡസ്ട്രി, ബേക്കറി, അതുപോലെ ടാക്സിക്കാർ, ഓട്ടോക്കാർ, ഗൈഡ്, ഇങ്ങനെ നിരവധി മേഖലകൾ, ടൂറിസവുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളിലെ ആളുകൾക്കാണ് ഇ-പാസിൻ്റെ ഒരു നിബന്ധന കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഇ-പാസ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവൺമെൻറ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വരുന്ന സഞ്ചാരികളുടെ വാഹനങ്ങളുടെ അമിത വരവ് കൊണ്ട് റോഡ് ബ്ലോക്കാവുന്ന ഒന്നാണ്. ഞങ്ങൾ പറയുന്നത്, ഊട്ടിക്കാർ പറയുന്നത്, ഊട്ടിയിൽ ജീവിക്കുന്ന ഞങ്ങളും നിരവധി അസോസിയേഷനിൻ്റെ ആളുകളുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇവിടെ ആവശ്യം ഇൻഫ്രാസ്ട്രക്ചറാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, റോഡ് സൗകര്യം ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ നമ്മൾ വരുന്നവരെ വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളുടെ എക്കണോമിയാണ് ഇവിടെ തകരാറിലാകുന്നത്. ഇവിടെ ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഉണ്ടാകേണ്ടുന്ന ദൈനംദിന ജീവിതത്തിന് തന്നെ പ്രശ്നങ്ങളാണ്. പ്രതിസന്ധി രൂക്ഷമായതോടെ വ്യാപാര സംഘടനകളും മറ്റു മേഖലകളിലുള്ളവരും സംയുക്തമായി മുഖ്യമന്ത്രിയെ കണ്ട് ഇ-പാസ് സംവിധാനം ഒഴിവാക്കി കിട്ടാനുള്ള ശ്രമത്തിലാണ്.
വിഷയത്തിൽ കോടതി ഇടപെട്ടതിനാൽ സർക്കാരിന് എത്ര കണ്ട് ഇടപെടൽ നടത്താനാകുമെന്ന് നിശ്ചയമില്ല. വാഹനങ്ങളുടെ ആധിക്യമുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തുകയാണ് വേണ്ടതെന്നാണ് വ്യാപാരികളുടെ പക്ഷം. രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രമായ ഊട്ടിയിലേക്ക് സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്താതെ റോഡുകളും പാർക്കിംഗ് സൗകര്യങ്ങളും ഉൾപ്പെടെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തി ഗതാഗത തടസ്സം ഒഴിവാക്കാനാകുമെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള നിവേദനത്തിൽ വ്യാപാരി സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക വികസന ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഫാം ഫെസ്റ്റിന് തുടക്കമായി. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ആന്റണി ജോൺ MLA അധ്യക്ഷനായി. മാലിന്യ പ്രശ്നത്തിൽ വീർപ്പുമുട്ടുകയാണ് വാഗമണ്ണും പരിസരവും. റോഡരികിലും ടൂറിസ്റ്റ് സ്പോട്ടുകളിലുമെല്ലാം കുമിഞ്ഞുകൂടിയ ടൺ കണക്കിന് മാലിന്യം വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. മൊട്ടക്കുന്നുകളും കോടമഞ്ഞും ഉൾപ്പെടെ പ്രകൃതി ഒരുക്കിയ കാഴ്ചയുടെ പറുദീസയാണ് വാഗമൺ. എന്നാൽ ഈ മനോഹാരിത ഇല്ലാതാക്കും വിധമാണ് ഇവിടുത്തെ മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യം ചില സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ്. അരുവികളും കൊച്ചു കൊച്ചു അരുവികളും തോടുകളും ഒക്കെ ഇത് മലിനീകരിക്കുന്നത് കൊണ്ട് ഈ പ്രദേശത്തേക്ക് ആളുകൾ വരാൻ മടിക്കുന്ന ഒരവസ്ഥാവിശേഷം കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തനരഹിതമായതോടെ മാലിന്യം വാഗമണ്ണിലേക്ക് എത്തുന്നത് തടയാനുമാകുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്ന 5 ചെക്ക് പോസ്റ്റുകളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് ഫലപ്രദമായി പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് കടന്നു വരാനിടയുള്ള വാഹനങ്ങളെ നിരീക്ഷിക്കുന്നതിലൂടെ ഈ പ്രദേശത്ത് നിക്ഷേപിക്കാനിടയുള്ള മാലിന്യങ്ങൾ വരുന്ന വഴികൾ വരുന്ന വാഹനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കും. വലിയൊരളവ് വരെ അതിനെ നിയന്ത്രിക്കാനും സാധിക്കും. കുമിഞ്ഞുകൂടിയ മാലിന്യം അടിയന്തരമായി നീക്കിയില്ലെങ്കിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ഇടയാക്കുമെന്നാണ് ആശങ്ക. ന്യൂസ് 18 ഇടുക്കി. ക്രിസ്മസിനെ വരവേൽക്കാനൊരുങ്ങുകയാണ് നാട്. ഭീമൻ നക്ഷത്രമൊരുക്കി മൂവാറ്റുപുഴ നിർമ്മല കോളേജും ആഘോഷത്തിലേക്ക് കടന്നുകഴിഞ്ഞു. കോളേജിന്റെ പ്രധാന ബ്ലോക്കിലാണ് ഭീമൻ നക്ഷത്രം. ആര് കണ്ടാലും അമ്പരക്കും. 55 അടി നീളവും 30 അടി വീതിയുമുണ്ട്. കോളേജിലെ 3000 വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മുഴുവൻ ജീവനക്കാരുടെയും ചിത്രങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട് ഈ നക്ഷത്രത്തിൽ. കോതമംഗലം രൂപതാ വികാരി ജനറാളും കോളേജ് മാനേജറുമായ മോൺസിഞ്ഞോർ ഡോക്ടർ പയസ് മലേക്കണ്ടത്തിൽ നക്ഷത്രത്തിന്റെ ഔദ്യോഗിക ലോഞ്ചിംഗ് നിർവഹിച്ചു. അപ്പോൾ ഈ കോളേജിന്റെ ബഹുസ്വരതയും അതോടൊപ്പം തന്നെ ഐക്യവും ഏകതയും കൂടി സൂചിപ്പിക്കുന്നതാണ് ഈ സ്റ്റാർ. എല്ലാ കുഞ്ഞുങ്ങളും ഒരുമിച്ച് ചേരുമ്പോൾ അത് സ്റ്റാറായി മാറുന്നു, തിളക്കത്തോടു കൂടി മിന്നുന്നു, അത് ആകാശത്ത് ഉയർന്നു തന്നെ പ്രക്ഷോഭിക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റാർ അടയാളപ്പെടുത്തുക. ക്രെയിൻ ഉപയോഗിച്ചാണ് നക്ഷത്രം സ്ഥാപിച്ചത്. ഗ്രീൻ ക്യാമ്പസ് പദവി ലഭിച്ച നിർമ്മല കോളേജിൽ പൂർണ്ണമായും പ്ലാസ്റ്റിക് ഒഴിവാക്കിയാണ് നക്ഷത്രം നിർമ്മിച്ചത്. 1 മാസമെടുത്തു പൂർത്തിയാകാൻ. വലുപ്പം കൊണ്ടു മാത്രമല്ല, ഭീമൻ നക്ഷത്ര നിർമ്മാണത്തിന്റെ ആശയത്തിലും വ്യത്യസ്തത പുലർത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെല്ലാം സ്റ്റാറുകളാക്കി മാറ്റുക എന്നതാണ് ഈ സ്ഥാപനം 72 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെ നാടിന് പ്രകാശമാകുന്ന, മറ്റുള്ളവർക്ക് മാർഗ്ഗദീപമാക്കുന്ന വ്യക്തികളാക്കി തീർക്കുന്നു. അവരെ സ്റ്റാറുകളാക്കി തീർക്കുന്ന ഈ നിർമ്മലയിലെ എല്ലാ അധ്യാപകരെയും ഇതിനോട് സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വലിപ്പം കൊണ്ടും ആശയം കൊണ്ടും വേറിട്ട് നിൽക്കുന്ന നക്ഷത്രം കാഴ്ചക്കാർക്ക് കൗതുകമുണർത്തുകയാണ്. ന്യൂസ് 18 മൂവാറ്റുപുഴ. സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖ ബ്രാൻഡായ ഭീമ ജ്വല്ലേഴ്സ് 100ന്റെ നിറവിൽ. വ്യത്യസ്തമായ ആഘോഷ പരിപാടികളും ഓഫറുകളുമാണ് 100ാം വാർഷികം പ്രമാണിച്ച് ഭീമ ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ഗോൾഡ് ബ്രാൻഡായ ഭീമയുടെ 100ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമായി. തിരുവനന്തപുരം ജില്ലയിൽ MG റോഡ്, ആറ്റിങ്ങൽ, പോത്തങ്കോട് ഷോറൂമുകളിൽ നിന്നായി 200 കോടിയുടെ വിറ്റുവരവാണ് ഭീമ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് നമുക്ക് ഭീമ ജ്വല്ലറി വളരെ ഹാപ്പി ഡേ ആണ്, ഒരു മൈൽ സ്റ്റോൺ ഡേ ആണ്. ബിക്കോസ് ഇവിടെ 100th ഇയർ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഐ തിങ്ക് വിൽ ബി ക്രിയേറ്റിംഗ് വേൾഡ് റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഐ തിങ്ക് വി ഹാവ് അപ്ലൈഡ് ഓൾസോ ഫോർ ഗിന്നീസ് വേൾഡ് ഓഫ് റെക്കോർഡ്. ഓൾമോസ്റ്റ് 150 കിലോ സെയിൽ ഇന്ന് വി ആർ എക്സ്പെക്ടിങ് ഫ്രം ട്രിവാൻഡ്രം ഭീമ ഷോറൂം. ഒരു 200 crores ബിസിനസ്, പ്ലസ് ആറ്റിങ്ങൽ പോത്തൻകോട് ഇന്ന് കൂടെ ഒരു 100 crores ബിസിനസ്. ടോട്ടലി ഒരു 250 crores to 300 crores ബിസിനസ് വി ആർ എക്സ്പെക്ടിങ് ഫ്രം ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട്.
ഭീമ പ്രതീക്ഷിക്കുന്ന 200 കോടിയുടെ ഒറ്റദിന വിറ്റുവരവ് ഇന്ത്യയിലെ സ്വർണ്ണ വ്യാപാര ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. തിരുവനന്തപുരം MG റോഡ് ഷോറൂമിൽ മാത്രം ഒറ്റ ദിവസം 150 കിലോയുടെ സ്വർണ്ണ വിൽപ്പനയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് മുതൽ ഞങ്ങളുടെ 100th ഇയർ സെലിബ്രേഷനിലേക്ക് ഞങ്ങൾ കിടക്കുന്നു. ആൻഡ് ഐ സേ ദിസ് വിത്ത് സോ മച്ച് ഓഫ് പ്രൈഡ് ആൻഡ് ഹ്യൂമിലിറ്റി. പ്രൈഡ് ബിക്കോസ് ഈ 100 ഇയേഴ്സ് ലെഗസി വളരെ ചുരുക്കം ജുവലേഴ്സിനെ കാണുള്ളൂ എന്നാണ് എൻ്റെ ഒരു അസംഷൻ. ആൻഡ് ഹ്യൂമിലിറ്റി ബിക്കോസ് സാറ് പറഞ്ഞ പോലെ ഈ ഓഫർ നമ്മൾ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. അതായത് നമ്മൾ പേപ്പറിലോ സോഷ്യൽ മീഡിയയിലോ എവിടെയും ഞങ്ങൾ ഇങ്ങനെ ഓഫർ കൊടുക്കുന്നുണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് അറിയാവുന്ന കുറേ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, വിളിച്ചു പറഞ്ഞ ആ ഒരു ഫെയ്ത്തിലാണ് ആൾക്കാർ ഇന്ന് വന്നിട്ടുള്ളത്. സോ ഐ തിങ്ക് ഭീമയുടെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഈ സപ്പോർട്ടും. ഐ ഡോണ്ട് നോ, വി ഹാവ് സോ മെനി വെൽ വിഷേഴ്സ്. ഇതുകൂടാതെ തിരുവനന്തപുരം MG റോഡ് ഷോറൂമിൽ ഭീമയുടെ 100ാം വാർഷിക ദിനത്തിൽ 250 ക്യാരറ്റ് ഡയമണ്ട് വിൽപ്പനയുമാണ് ഭീമ ലക്ഷ്യമിടുന്നത്. മലയാളികൾ അർപ്പിച്ച വിശ്വാസമാണ് ഭീമയുടെ വിജയരഹസ്യമെന്നും മാനേജിംഗ് ഡയറക്ടർ AS സുഹാസും ഡയറക്ടർ ഗായത്രി സുഹാസും പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. 36 വാട്ട്സ് LED മോഡ്യൂൾ പുറത്തിറക്കി ഇന്ത്യൻ സ്റ്റാർട്ടപ്പായ കാറ്റ് ടെക്നോളജീസ്. 10 വർഷം വരെ വാറന്റിയാണ് ഊർജ്ജ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ക്വാറ്റ് ടെക്നോളജീസ് വാഗ്ദാനം ചെയ്യുന്നത്. സൈനേജ് രംഗത്ത് പുതിയ കുതിച്ചുചാട്ടമാണ് പുതിയ LED മോഡ്യൂളിലൂടെ കമ്പനി ലക്ഷ്യമിടുന്നത്. വൈദ്യുതി ഉപയോഗം കുറയ്ക്കുന്നതിനൊപ്പം പ്രവർത്തന ചെലവിലും ലാഭം കണ്ടെത്താൻ ഈ മോഡ്യൂൾ ഉപയോഗിക്കുന്നതിലൂടെ സാധിക്കുമെന്ന് ക്വാറ്റ് ടെക്നോളജീസ് സഹസ്ഥാപകൻ പ്രേംനാഥ് പറയത്ത് പറഞ്ഞു. നവീനമായ ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിക്കൊണ്ട് വെറും 2 വർഷത്തിനിടയിൽ സൈനേജ് ലൈറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ശ്രദ്ധേയമായ കമ്പനിയാണ് ക്വാറ്റ് ടെക്നോളജീസ്. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ റെക്കോർഡ്. ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 92,562 പേരാണ്. ഇന്നലെയാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിന് എത്തിയത്. ഇന്നും വൻ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത്. പമ്പ മുതൽ നിയന്ത്രണത്തോടെയാണ് ഭക്തരെ കടത്തിവിടുന്നത്. സന്നിധാനം മുതൽ ശബരിപീഠം വരെ നീണ്ട ക്യൂവും ഉണ്ട്. വരും ദിവസങ്ങളിലും തിരക്ക് തുടരുമെന്നാണ് ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും വിലയിരുത്തൽ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സകലമാന കേരളം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും.